112 കൊല്ലമായി നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കഥയാണ് ടൈറ്റാനിക്കിന്റെ കഥ. ടൈറ്റാനിക് ഷിപ്പ് അത് സിനിമയാക്കിയിട്ട് ആഹ്ലാദിക്കാണ് നന്ദി കെട്ട മനുഷ്യൻ. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതിന് പകരം അതിനെയും ഫിലിമാക്കി വിറ്റ് കാശാക്കി. എന്താ ടൈറ്റാനിക്കിന്റെ പ്രത്യേകത? അഹങ്കാരത്തിന്റെ തുടക്കമായ കപ്പലാണത്. വേൾഡിൽ അന്ന് വരെ നിർമ്മിച്ചിട്ടില്ല അത്ര ഒരു ലക്ഷറി സൗകര്യങ്ങളുള്ള കപ്പൽ. നിർമ്മാതാക്കൾ എന്താ അവകാശപ്പെട്ടത്? ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങാത്തത്. വല്ലാത്ത വർത്താനല്ലേ പറഞ്ഞത്. ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങാത്തത്. അത്ര രൂപത്തിലെല്ലാം നോക്കിയിട്ടാണ് ഇതിന്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്. എരിഞ്ഞില്ലാത്തൊരു സൗകര്യമില്ല. ലക്ഷറി വലിയ പാസഞ്ചേഴ്സിന് VIP കളെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അവരും അവരുടെ കുടുംബങ്ങളും. അന്ന് ലോകത്ത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും ലക്ഷറി ഫുഡുകളും ലിക്കറുകളുമായിരുന്നു അതിൽ സംഭരിച്ചു വെച്ചിരുന്നത്. മികവാർന്ന ഫുഡുകൾ, ലഹരിപാനീയങ്ങൾ, മദ്യത്തിന്റെ കുപ്പികൾ എല്ലാം അന്ന് കിട്ടാവുന്നതിൽ ഏറ്റവും വിലമതിക്കുന്ന സാധനങ്ങൾ മാത്രം ലോഡ് ചെയ്തു. അന്നുള്ളവരിൽ ഏറ്റവും വലിയ VIP മാരെ ഫസ്റ്റ് യാത്രക്കാരായി സെലക്ട് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ റബ്ബിന്റെ തീരുമാനമാണ്. ഇവരാണ് പോണം വിടുന്നത്. ഒന്നും സംഭവിക്കൂല. എല്ലാ സംവിധാനവും ഉണ്ട്. ഏത് അപകടങ്ങളെയും മണത്തറിയാനുള്ള കഴിവുണ്ട്. ദൈവം വിചാരിച്ചാൽ പോലും മുങ്ങൂല എന്നൊക്കെ പറഞ്ഞേയുള്ളൂ. ഒരു മഞ്ഞുമലയിൽ തട്ടിയിട്ടാണ് ഈ സാധനം അങ്ങോട്ട് അഗാധമായ ആഴങ്ങളിലേക്കാണ് പോയത്. ടൈറ്റാനിക് ഇന്നും ലോകത്തിന്റെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമാണ്. തകർന്നാണ് പോയി. എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു, എത്രയെല്ലാം അവകാശവാദങ്ങളായിരുന്നു. അപ്പൊ ഇത് മനുഷ്യൻ ചിന്തിക്കണം എന്നാണ്. അള്ളാഹ് വിചാരിച്ചാൽ നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം അവരെ മുക്കിക്കൊല്ലുക തന്നെ ചെയ്യും. ഫലാ സരീഖ ലഹും, രക്ഷിക്കണേ എന്ന് ടൈറ്റാനിക്കിൽ നിന്ന് അട്ടഹാസം ഉയർന്നിട്ടുണ്ട്. ആ അട്ടഹാസങ്ങൾ കേട്ടിട്ട് സഹായിയായിട്ട് ഒരു സരീഖും അവർക്കുണ്ടാവില്ല. വലാഹും യുൻഖദൂൻ, അവരാരും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ പെടുത്തപ്പെടുകയുമില്ല. എന്തുണ്ടായി? അത് നമ്മുടെ മുമ്പിലുള്ള ദൃഷ്ടാന്താണ്. അങ്ങനെ ലോകത്ത് എത്ര കഴിഞ്ഞുപോയി, എത്ര വിമാനങ്ങൾ കാണാതായി. അത് പറന്നുയർന്നതേ ഓർമ്മയുള്ളൂ. എവിടേക്കാ പോയത് ഇന്നും കണ്ടെത്തിയിട്ടില്ല. ഇന്തോനേഷ്യയിൽ നിന്ന് ഉയർന്നിട്ടുള്ളൊരു വിമാനം എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. എവിടെ പോയി എന്നവരെ കണ്ടു കിട്ടിട്ടില്ലാന്ന്. എവിടേത് പോയി, എവിടേക്കത് പോയി, എന്തേ റഡാർ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. ബന്ധമൊക്കെ വിചാരിച്ചു. എവിടേക്ക് പോയി, ആര് കൊണ്ടുപോയി, എവിടെ വീണു, എവിടെയാ അവശിഷ്ടങ്ങൾ? എന്താധികാരിയായ മനുഷ്യൻ ഇനി ചിന്തിക്കാത്തത്? ഇത്രത്തോളം കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ ധാരാളം കാണുകയാണ്. മനുഷ്യൻ നിസ്സാരനാ. റഹ്മാനായ റബ്ബ് വിചാരിച്ചാൽ ഞാൻ വലിയ രൂപത്തിലുള്ള ശാസ്ത്രം പഠിച്ചവനാണ്, എല്ലാ മികവും തികഞ്ഞവനാണ്, എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളും ടെക്നിക്കൽ മേഖലയിൽ എന്നെ കാഴ്ചവെക്കാൻ ആരുമില്ല എന്നൊക്കെ പറയുന്ന ബിംബളക്കൊന്നുണ്ടല്ലോ. മാഫി ഫായിദ. അള്ളാഹ് വിചാരിച്ചാൽ റബ്ബിന്റെ തീരുമാനത്തിന്റെ മുമ്പിൽ നീ ഒന്നുമല്ലടോ എന്ന് തെളിയിക്കുക.